ഹലോ നമസ്കാരം. ഭാവന ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതേപോലെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൂന്തൽ റോസ്റ്റ് ആണ്. എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കൂന്തലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻട്രൽ പോർഷൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്യുന്നത് വരെയും ഇളക്കി കൊടുക്കുക. കൂന്തലിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലകളൊക്കെ എത്തണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഗാർലിക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കൂന്തൽ കുക്കറിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. ചെറിയ സിമ്മിൽ തീയിൽ വെച്ചിട്ട് 4 വിസിൽ വരുന്നവരെയും നമ്മളിത് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ചെറിയ ഫ്ലെയിമിൽ വെച്ച് 4 വിസിൽ വരുന്നവരെയും എടുത്താൽ മാത്രമേ സോഫ്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. നന്നായി ചൂട് വരുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള നന്നായി വഴണ്ടി വരുമ്പോൾ ജിഞ്ചർ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതേപോലെ തന്നെ വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അതും നന്നായി മൂത്ത് വരട്ടെ. അതിനകത്തേക്ക് മല്ലിപ്പൊടി, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ഇതിന് നല്ല വേവാണ്. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് മൂത്ത് വരട്ടെ. അതിനകത്തേക്ക് പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇത് ഫെനൽ സീഡ് പൊടിച്ചത്, അതായത് പെരിഞ്ചീരകം പൊടിച്ചതാണ്. പിന്നെ വളരെ കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ടൊമാറ്റോ നന്നായിട്ട് വെന്ത് വരുന്നത് വരെയും നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം. നോക്കൂ, ഇപ്പം നന്നായിട്ട് മസാല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ റോസ്റ്റിന് വേണ്ട പരുവത്തിനായി വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വേവിച്ച കൂന്തൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത് നമ്മുടെ ഈ റോസ്റ്റ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ. കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മസാലയും കൂന്തളും എല്ലാം കൂടെ കിടന്നൊന്ന് വേവാൻ ആവശ്യമായിട്ടുള്ളത് മാത്രം. എന്നിട്ട് നമ്മൾ ചെറു തീയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ റോസ്റ്റ് ഇവിടെ തയ്യാറാണ്. ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുക. നോക്കൂ, നല്ല മണമായിട്ട് നല്ല ടേസ്റ്റി കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ. നോക്കൂ, നമ്മുടെ കൂന്തൽ റോസ്റ്റ് എല്ലാ അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ പോകുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അതേപോലെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.